ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ ദേവസ്വത്തിന് ലഭിച്ചിരിക്കുന്നു. ദേവസ്വം വിജിലൻസിന്റെ നിഗമനങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ സ്വർണ്ണപ്പാളി മാറ്റിയത് എന്ന നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ്. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മാറ്റിയത് ഉണ്ണികൃഷ്ണനാണ് എന്ന് ദേവസ്വം വിജിലൻസിന്റെ നിഗമനം. കാലപ്പഴക്കം പരിശോധിക്കാൻ വിജിലൻസ് ആവശ്യപ്പെടുന്നുവെന്നാണ് അറിയുന്നത്. 2 ചിത്രങ്ങൾ, അതായത് 2019 ജൂലൈ 19 ഉണ്ണികൃഷ്ണൻ പോറ്റി പാളി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകുമ്പോൾ എടുത്ത ദൃശ്യങ്ങളും അതിനുശേഷം തിരികെ കൊണ്ടുവരുമ്പോഴുള്ള ദൃശ്യങ്ങളും, ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്താണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വർണ്ണപ്പാളി മാറ്റിയിരിക്കുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണ്ണപ്പാളി മാറ്റിയത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഉള്ളത്. നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ ദേവസ്വം അതിലേക്ക് എത്തുകയാണ്. അങ്ങനെ വന്നാൽ ഈ സ്വർണ്ണപ്പാളി മോഷ്ടിച്ച കുറ്റത്തിന് ഹരി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പോലീസിലേക്ക് ഒരുപക്ഷെ കേസ് കൈമാറിയേക്കാം. കാലപ്പഴക്കം നിശ്ചയിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ദേവസ്വം വിജിലൻസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ്. എന്താണ് ദേവസ്വം വിജിലൻസിന്റെ നിഗമനം? ഹരി. അരുൺ, വളരെ പ്രധാനപ്പെട്ട നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ചില പരിശോധനകൾ കൂടി നടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് വിദഗ്ധരെ കൊണ്ട് നടത്തിയ പരിശോധനയിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. 2019 കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളികൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസിന് എത്താൻ സാധിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഈ ചിത്രങ്ങൾ കൂടി പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അത് പരിശോധിക്കുകയും ചെയ്തത്. 2019 മുമ്പുള്ള, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നതിന് മുൻപുള്ള ചിത്രങ്ങൾ കൂടി പരിശോധിക്കുകയുണ്ടായി. ആ ചിത്രങ്ങളും 2019 സെപ്റ്റംബർ 11 ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് തിരികെ കൊണ്ടുകൊടുത്ത പാളികളുടെ ചിത്രങ്ങളും തമ്മിൽ പരിശോധിച്ചു. ആ പരിശോധിച്ചപ്പോൾ രണ്ടും രണ്ടാണ്, അല്ലെങ്കിൽ കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതും രണ്ടും 2 പാളികളാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി വിദഗ്ധരെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ പരിശോധിച്ചിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരേ ഒരു സ്ഥിരീകരണം മാത്രമാണ്. അത് കാലപ്പഴക്ക നിർണയം നടത്തുക എന്നുള്ളതാണ്. കാലപ്പഴക്ക നിർണയം നടത്തണമെങ്കിൽ ഇനി കോടതിയുടെ അനുമതി വേണം. ആ കോടതിയെ ഇതിനുവേണ്ടി, അതായത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിനോടൊപ്പം തന്നെ കാലപ്പഴക്ക നിർണയം ആവശ്യപ്പെട്ടുകൊണ്ടുകൂടി ഒരു അപേക്ഷ സമർപ്പിക്കാനാണ് നിലവിൽ ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കാലപ്പഴക്ക നിർണയത്തിൽ കൂടി ഒരു അന്തിമ സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുത്ത് പോലീസിന് അന്വേഷിക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരിക. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ആ പാളികൾ മാറ്റിയത് എന്നുള്ള നിഗമനത്തിലാണ് നിൽക്കുന്നത്. കാരണം 2019 കൊടുത്തുവിടുമ്പോൾ സ്വർണ്ണമാണ്. അതിനുശേഷം 39 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അടുത്ത് ഈ പാളികൾ എത്തുന്നത്. അതിനുശേഷം തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവരുന്നു. പറയുന്നതിന് 8 ദിവസം മുൻപ് കൊണ്ടുവന്നെങ്കിൽ പോലും ആ 39 ദിവസത്തിനുള്ളിലാണ് ഈ പാളികൾ മാറ്റിയിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ 39 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനുള്ള നീക്കങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടി പോലീസിനെ അടക്കം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നടക്കേണ്ടത്. അതിന് ഹൈക്കോടതിയിൽ 2 ദിവസത്തിനകം, പരമാവധി ബുധനാഴ്ചത്തോടെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഏജൻസികളിലേക്ക് മാറാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതൊരു കേസായി മാറും. അതായത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയാകുമെന്നുള്ളതാണ്. 2019 ജൂലൈ 20 ഈ പാളികൾ കൈമാറുന്ന സമയത്ത് രേഖകളിൽ എഴുതി ചേർത്തത് ഈ ചെമ്പുപാളികളാണ് എന്ന് എഴുതി ചേർത്തത് ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അത് മാറ്റുന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായ പങ്കുണ്ട്. ആ രേഖകൾ പിടിവള്ളിയായി നിർത്തിക്കൊണ്ട് ആ രേഖകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോടും ദേവസ്വം വിജിലൻസിനോടും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പരിശോധന അത് വളരെ നിർണായകമാണ്. അന്വേഷണത്തിൽ രേഖകളിലേത് ഉദ്യോഗസ്ഥ വീഴ്ച, പക്ഷേ ഈ പാളികളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള കൃത്രിമമാണ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടേക്കാണ് ഈ പാളികൾ കൈമാറ്റം ചെയ്തത് അല്ലെങ്കിൽ മാറ്റിയത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിലുള്ളൊരു വ്യക്തതയാണ് ഇനി വേണ്ടത്. ആ 39 ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സഞ്ചരിച്ച വഴികളാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രാർത്ഥനകൾ, പൂജകൾ തുടങ്ങിയ കാര്യങ്ങൾ, ജയറാമിന്റെ വീട്ടിലും അമ്പത്തൂർ ഫാക്ടറിയിലും അടക്കമുള്ള പ്രാർത്ഥനകൾ, ഒപ്പം ആന്ധ്രയിലെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇത്തരം സ്ഥലങ്ങളിലല്ലാതെ മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതുകൂടി
ഇതുകൂടി ആയാൽ ഉറപ്പായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഈ കാലപ്പഴക്ക നിർണ്ണയം പരിശോധിക്കാനുള്ള അല്ലെങ്കിൽ കാലപ്പഴക്ക നിർണ്ണയം നടത്താനുള്ള അപേക്ഷ സമർപ്പിക്കുക. എന്തായാലും ഉദ്യോഗസ്ഥരുടെ കാര്യവും അത്ര സേഫ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. കാരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അവർ ഏതെങ്കിലും നിലയിൽ സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കും. സ്വർണം പൊതിഞ്ഞ പാളികൾ എങ്ങനെയാണ് ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തുന്നത്, അത് എത്ര പറഞ്ഞാലും അതൊരു വീഴ്ച എന്നുള്ള നിലയിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയില്ല. അതിന്റെ പിറകിൽ എന്തെങ്കിലും കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ആ കുറ്റകൃത്യത്തിന് പിന്തുണ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കും. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇനിയിപ്പോൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല, ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. പൂർണ്ണമായും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. അതിനി എവിടെയാണ് ആ സ്വർണ്ണപ്പാളികൾ എന്നുള്ളതിൽ മാത്രമാണ് ഇനിയിപ്പോൾ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുള്ളത്. എന്തായാലും ആ ചെമ്പ് പാളികൾ നിർമ്മിച്ചതും ഇനി എവിടെയാണ്, അതായത് മാറ്റിക്കൊണ്ടുവന്ന് വെച്ച ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ചെമ്പ് പാളികൾ എവിടെയാണ് നിർമ്മിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ദേവസ്വം വിജിലൻസ് ഏറെക്കുറെ അന്വേഷണം പൂർത്തിയാക്കാറായിട്ടുണ്ട്. അക്കാര്യങ്ങളിൽ കൂടി ഒരു അന്തിമ സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. എന്തായാലും രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്നു വെച്ചത് ചെമ്പുപാളികൾ എന്നുള്ളത് തന്നെയാണ്. ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടു കൂടി, ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയായിരിക്കും. അതിലേറ്റവും നിർണായകമായത് സെക്രട്ടറി കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ പാളികൾ കൊടുത്തുവിടാമെന്ന് നൽകിയിരിക്കുന്ന ജൂലൈ മാസത്തിലെ ഉത്തരവിൽ തുടങ്ങുന്നുണ്ട് ക്രമക്കേടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത് സ്വർണ്ണപ്പാളിയല്ല, ഇത് ചെമ്പുപാളിയാണ് എന്ന് മഹസറിൽ എഴുതി ചേർത്തതും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കുന്നതിലും ഒക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മനഃപൂർവ്വമുള്ള വീഴ്ചയാണ്. ഇതിനു പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നതിലേക്ക് കൂടി അന്വേഷണം പോകും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി കണ്ടെത്തേണ്ടത് ഈ കാലപ്പഴക്കം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ വ്യത്യാസം, ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ള വ്യത്യാസം കാലപ്പഴക്കത്തിൽ കൂടി വരികയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിയ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ആ ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും വരുന്ന ആ സ്വർണ്ണപ്പാളികൾ എവിടെയാണ് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതെന്തായാലും ഈ പുറത്തേക്ക് പോയ വഴികൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പാളികളുമായി ചെന്നൈയിലേക്ക് പോകുന്ന വഴി സഞ്ചരിച്ചത് എവിടെയൊക്കെയാണ് എന്നതിലാണ് ഇനിയിപ്പോൾ കൃത്യമായ ഒരു റൂട്ട് മാപ്പ് ദേവസ്വം വിജിലൻസ് തയ്യാറാക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി സഞ്ചരിച്ചതായിട്ടുള്ള തെളിവുകൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നത് ദേവസ്വം വിജിലൻസിന് വലിയ രീതിയിൽ അന്വേഷണത്തിന് സഹായകമാവുകയും ചെയ്തു. പക്ഷേ അതല്ലാതെ മറ്റെവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ 39 ദിവസം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. ആ കാലയളവിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സഞ്ചരിച്ച വഴികളാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അതൊരു വീഴ്ച എന്നുള്ള നിലയിലല്ല, അത് മനഃപൂർവ്വമായ വീഴ്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അടക്കം മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ അവർ അതൊരു അബദ്ധത്തിൽ രേഖപ്പെടുത്തിയതാണ്. ചെമ്പ് കൊണ്ട് പൊതിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ എഴുതിയത്, അതൊരു സാങ്കേതിക നടപടിയാണ്, അക്കാര്യത്തിൽ തങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ള രീതിയിൽ അലസമായാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് അത്ര നിസ്സാരമായി ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് മറ്റൊരു